ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയർ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട പപ്സ് ആണ്. മൈ നെയിം ഈസ് അലൻ. വെൽക്കം ടു മൈ ചാനൽ. പപ്സ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായി ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ റെഡിമെയ്ഡ് ആയിട്ടുള്ള പഫ് പേസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫുൾ പേസ്ട്രി ഉപയോഗിച്ച് നമുക്ക് 6 പപ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. 6 പപ്സ് ഉണ്ടാക്കുന്നതിനായി 3 പുഴുങ്ങിയ മുട്ട 2ആയി കീറി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഗോൾഡൻ പരുവം ആകുമ്പോൾ അതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുക. സവോള പെട്ടെന്ന് വരളുന്നതിന് ആവശ്യമായി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സവോളയൊക്കെ നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പപ്സിന് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാങ്ങിയ പപ്സിന്റെ പേസ്റ്റ് ഇതുപോലെ 6ആയി കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ക്രോസ് വരുന്ന 2 കോർണറുകളും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പേസ്ട്രിയിലും മസാല ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ എല്ലാ പപ്സ് ഇതുപോലെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുട്ട തേച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പപ്സിന് ഒരു ക്രിസ്പിനെസ് കിട്ടുന്നത്. ഇനി ഇതെങ്ങനെയാണ് എയർ ഫ്രയറിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം പപ്സ് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് പപ്സ് ഓരോന്നായി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എയർ ഫ്രയറിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ പപ്സ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളുടെ വീട്ടിലൊരു ഈവനിങ് ടൈമിൽ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.